Good morning. Welcome to Orange Apple Motivational Booster. നമ്മൾ ആക്ഷൻ സീരീസിൽ സെവൻ ആണ് ഇന്ന്. ആക്ഷനുകൾ നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുന്ന ആക്ഷൻസ്, നമുക്ക് അർജന്റുള്ള ആക്ഷൻസ്, നമുക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട ആക്ഷൻസ്, നമ്മളുടെ എക്സിസ്റ്റൻസിന് വേണ്ട ആക്ഷൻസ്, നമ്മളുടെ ലോങ്ങവിറ്റിക്ക് വേണ്ടിയുള്ള ദൈർഘ്യത്തിന് വേണ്ടി, ജീവിത ദൈർഘ്യത്തിനും ആയുസിനും വേണ്ട ആക്ഷൻസ്. ഇത്തരം ആക്ഷൻസുകൾക്കാണ് പ്രാധാന്യം ഒരു മനുഷ്യന്. അതാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. മറ്റുള്ളവർ ചെയ്യുന്ന ആക്ഷനുകളല്ല നമുക്ക് പ്രധാനം. ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഫിലോസഫി, ഒരു റിലീജിയനിൽ ഒരാൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ എവിഡൻസും ട്രൂ ലീഡറും ട്രൂ ആയിട്ട് റിവീൽ ചെയ്യപ്പെട്ടുള്ള ഡോക്യുമെന്റ് പ്രകാരം അയാൾക്ക് അതിന് ഫോളോ ചെയ്യാം. കാരണം അതിനകത്ത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എക്സിസ്റ്റിംഗ് ലോങ്ങവിറ്റിയും ലിവിങ്ങും സസ്റ്റൈനബിലിറ്റിയും അർജന്റും അങ്ങനെ പല നെസസിറ്റിയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. കാരണം പോളിസികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. സോ പോളിസി ഓഫ് ലിവിങ്ങിൽ അത് കറക്റ്റായിട്ടുണ്ടാവണം. അപ്പം നമ്മുടെ പോളിസി ഓഫ് ലിവിങ് പലപ്പോഴും നാമമാത്ര പോളിസി ഓഫ് ലിവിങ്ങും ചെയ്തു കൂട്ടുന്നതൊക്കെ എന്തൊക്കെയോ ആയി പോകുന്നൊരവസ്ഥ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ. രണ്ടാമത്തത്, നമ്മൾ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ സർവൈവലിന് വേണ്ട ആക്ഷൻ, മെന്റൽ സർവൈവലിന് വേണ്ട ആക്ഷൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ട ആക്ഷൻ. കാരണം ഒരു ബൈസ്റ്റാൻഡറായിട്ട് രോഗിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് രോഗിക്ക് ഭക്ഷണം മാറി കൊടുത്താൽ പോരാ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണം. കാരണം രോഗിക്ക് വയ്യെങ്കിൽ രോഗിനെ ചികിത്സിക്കുകയോ നോക്കുകയോ കൂടെ നിൽക്കുകയോ കൊണ്ടു നടക്കുകയോ തള്ളുകയോ എടുത്തു വെക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യം നിങ്ങൾക്ക് കൂടുതൽ വേണ്ടി വരും ചിലപ്പോൾ. അപ്പം നിങ്ങളാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് നിങ്ങൾ മടിച്ച് ലജ്ജ കാണിച്ച് അവിടെ മടി അനാവശ്യമാണ്, അവിടെ ലജ്ജ അനാവശ്യമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്നത് അനാവശ്യമാണ്. അവിടെ അത്തരത്തിലുള്ള ഒരു ചിന്ത കാണിച്ച് മാറി നിൽക്കുന്നത് അനാവശ്യമാണ്. ഇപ്പൊ പുതുതായിട്ട് വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് വരുന്ന ചില പെൺകുട്ടികൾ വളരെ വലിയ മര്യാദയൊക്കെ പഠിച്ച് നല്ല വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള മാതാപിതാക്കളുടെ അടുത്ത് വരുന്ന കുട്ടികളായിരിക്കും. അവരിവിടെ വന്നിട്ട് മടിച്ച് ഭക്ഷണം കഴിക്കാതെ ലജ്ജിച്ച് ആവശ്യമുള്ളത് പറയാതെ, അവിടെ ആവശ്യമുള്ളത് പറയാതിരിക്കുന്നതും ലജ്ജിക്കുന്നതും മടിച്ചു നിൽക്കുന്നതും ഒക്കെ അവർ നിങ്ങളൊരു മെമ്പറായി പരിഗണിച്ചതിന് ശേഷം പിന്നെ മാറി നിൽക്കുന്നതെല്ലാം അനാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യവും അത്യാവശ്യം തിരിച്ചറിഞ്ഞ് സന്ദർഭത്തിനനുസരിച്ച്, പക്ഷെ അത് അവതരിപ്പിക്കേണ്ട രീതിക്ക് മാത്രമാണ് പ്രശ്നം. അവതരിപ്പിച്ച രീതി കുറച്ച് വേണ്ട ആയിരുന്നില്ല എന്ന് നമ്മൾ പറയും. അത് അനാവശ്യമായി പോയി, അങ്ങനെ അല്ല അവതരിപ്പിക്കേണ്ടത് എന്ന് പറയും നമ്മൾ. അപ്പൊ അവിടെ വാക്ക് എന്ന് പറയുന്ന ഡെലിവറി, കണ്ടന്റ് ഡെലിവറി അല്ലെങ്കിൽ വേർഡ് ഡെലിവറി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആ ആക്ഷന് ശരിയായില്ല എന്ന് പറയും. അപ്പൊ അവിടെ നന്നായിട്ട് പ്രയോഗിക്കുകയാണ്. വളരെ നല്ല മാന്യത, റെസ്പെക്ട്, ക്ലാരിറ്റി എല്ലാം അവതരിപ്പിച്ച് അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലപ്പ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സർവൈവൽ ഒരു എക്സിസ്റ്റൻസ് ഇൻ എ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിലൂടെ മാത്രമേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ സർവൈവൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ നാട്ടിൽ മയക്കുമരുന്ന് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ട് ആളുകൾ തന്നെ കമ്മിറ്റികളൊക്കെ കൂടി മയക്കുമരുന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ നേർക്കുനേരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് എന്ന് കമ്മിറ്റികൾ തീരുമാനിച്ച് പോലീസിന്റെ കൂടെയുള്ള കമ്മിറ്റികളൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ലൈഫിലെ ഈ ചില സിറ്റുവേഷൻസ്, ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇങ്ങനത്തെയുള്ള കുറേ എക്സാമ്പിളുകൾ നമ്മൾ പറയാതെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സ്ഥലത്ത് പറയാതിരുന്നാൽ പിന്നെ അതിന്റെ അത്യാവശ്യം വേണ്ട ആക്ഷൻസ് നടക്കുന്നില്ല. പല ആളുകളും ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ടൈപ്പിൽ നിൽക്കുന്നുണ്ടാവും. ഇവരെന്താ പറയുക, ഇവർ ആവശ്യമുള്ള കാര്യം കൂടി പുറത്തു പറയില്ല, അത്യാവശ്യമുള്ള കാര്യം തീരെ ചോദിക്കണമെന്നില്ല. അപ്പൊ അവര് സ്വമേധയ സമൂഹത്തിന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളുടെ ടൈപ്പ് കണ്ടെത്തി അത്യാവശ്യം വേണ്ട ഇംപ്രൂവ്മെന്റുകൾ, ഡെവലപ്മെന്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോ വ്യക്തി എന്ന് പറയുന്ന നിലക്ക് മനസ്സും ശരീരവും നിലനിർത്താനുള്ള ആക്ഷൻസ്, സോഷ്യൽ സർവൈവലിന് ആവശ്യമായ ആക്ഷൻസ്
നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം വേണം, അറിയാം. നിങ്ങൾ പറഞ്ഞാൽ അറിയും, നിങ്ങൾക്ക് പറയാനും അറിയാം. എല്ലാ ഭാഷ വെച്ച് നിങ്ങൾക്ക് പറയാം. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷുകാരനോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ തെറ്റുമോ എന്ന് വിചാരിച്ച് സംസാരിക്കാതിരുന്ന നിങ്ങളുടെ ദാഹത്തിന്റെ അവസ്ഥ അന്യഭാഷയും കാണിക്കുന്നില്ല, പറയുന്നുമില്ല എങ്കിൽ അത് വളരെ പരിതാപകരമായി പോകും. ഇപ്പൊ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ശാരീരികമായി ക്ഷമതാക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വ്രതം അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ അവിടെ വ്രതം അവസാനിപ്പിക്കണമെന്ന് ഫിലോസഫിക്കലി പോളിസി ഓറിയന്റഡ് ആയിട്ട് റിലീജിയസ്ലി ദൈവം തന്നെ അതിനൊരു സൊല്യൂഷൻ പറയും. അപ്പോ പിന്നെ അതിന്റെ ഓവർടേക്ക് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാം അനാവശ്യമാണ്. അപ്പൊ അവിടെ അത്യാവശ്യം നമ്മുടെ ആ വ്രതം ബ്രേക്ക് ചെയ്യലാണ് അത്യാവശ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആവശ്യമില്ലാതെ പിടിവാശി കാണിക്കുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുക, ഇങ്ങനെയുള്ള കുറേ നല്ലതല്ലാത്ത കുറേ ആക്ഷൻസ് ചില ആളുകൾക്കുണ്ട്. അതിന്റെ പേരിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈഗോ, ചില സൂപ്പർ ഈഗോകളൊക്കെ കാണിച്ച് ചില ആളുകൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ ഉപദേശിക്കേണ്ട ആളുകൾ ഇങ്ങനത്തെ ആവാൻ പാടില്ല, എന്നെ ഉപദേശിക്കാൻ ആരും ഇല്ല ഭൂമിയിൽ, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇവരൊക്കെ വലിയ ചാലഞ്ചിലായി പോകും. കാരണം അനാവശ്യമായിട്ടുള്ള ചില ആക്ഷനാണ്, അവരുടെ സൈക്കോളജിക്കൽ ആക്ഷൻസ് ആണ് അവരെ നശിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ നമ്മളുടെ ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും നമ്മളുടെ ടൈപ്പും നമ്മളുടെ നീഡും ഒക്കെ ആക്ഷനുകളിൽ മനസ്സിലാക്കി നമ്മളുടെ ഡെയിലി ലൈഫിനെ മികച്ചതാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ആവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ.